ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് ഒരു പ്രശസ്തമായ വരികളുണ്ട്. ഇതിൽ പറയുന്നത് പൂവിനോട് കല്ലുകൾ ചേർന്ന് കിടക്കുമ്പോൾ അവയ്ക്ക് പൂവിൻ്റെ മണവും മുല്ലപ്പൂമ്പൊടിയുടെ സൗന്ദര്യവും ലഭിക്കുമെന്നാണ്. പക്ഷേ കല്ല് തനിയെ കിടക്കുമ്പോൾ അതിന് പൂവിൻ്റെ സുഗന്ധമോ പൂവിൻ്റെ ഗുണങ്ങളോ കിട്ടാറില്ല. ഇതുപോലെ തന്നെ കാന്തത്തിനോട് കാന്തിക വസ്തു ചേർന്ന് നിൽക്കുമ്പോൾ കാന്തത്തിൻ്റെ ചില സ്വഭാവം കാന്തിക വസ്തുവും കാണിക്കും. Here I have a ball magnet with a permanent magnetic field. When I put a soft magnetic material like iron, this paperclip, inside the permanent magnetic field, magnetism is induced in the paperclip. Look how the poles align. South to north, south to north, south to north. It looks like the maximum amount of paperclips that can be induced by this ball magnet is 3. Yeah, 3. But what will happen when I remove these induced magnets, let's see, from the permanent magnetic field? Do they keep their magnetism? No. Here I have a ball magnet with a permanent magnet. തന്നിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. തൂക്കി നിർത്തിയ കാന്തത്തിൻ്റെ അറ്റത്തേക്ക് സൂചി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മൊട്ടുസൂചിയുടെ അറ്റത്തേക്ക് മറ്റൊരു സൂചി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ മൊട്ടുസൂചിക്ക് കാന്തിക ശക്തി ലഭിച്ചു. ഇതിൻ്റെ വിശദീകരണം: മൊട്ടുസൂചി കാന്തത്തിൽ ഒട്ടിച്ചപ്പോൾ സൂചിക്കു കാന്തിക ശക്തി ലഭിച്ചു. ഇനി മറ്റൊരു വീഡിയോ നിരീക്ഷിക്കുക. ഇനി താഴെ പറയുന്ന ഉത്തരങ്ങൾ കണ്ടെത്തുക. മൊട്ടുസൂചി കാന്തത്തിൻ്റെ അറ്റത്ത് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മൊട്ടുസൂചിയുടെ അടുത്തേക്ക് മറ്റൊരു മൊട്ടുസൂചി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അകന്നു നിൽക്കുന്ന അഗ്രഭാഗങ്ങളെ അടുപ്പിക്കുവാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇവിടെ പ്രേരണം കാരണം ഉണ്ടാകുന്ന കാന്തത്തിൻ്റെ അകന്ന അഗ്രഭാഗത്ത് ഒരേ ധ്രുവങ്ങളും അടുത്ത അഗ്രഭാഗത്ത് കാന്തത്തിൻ്റെ വിപരീത ധ്രുവങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്നു. അതായത് മൊട്ടുസൂചിക്ക് കാന്തശക്തി ലഭിക്കുകയും അവ മറ്റ് കാന്തിക വസ്തുക്കളെ ആകർഷിക്കുകയും അതോടൊപ്പം തന്നെ അവയിൽ ധ്രുവങ്ങൾ രൂപപ്പെടുന്നതുമായി നമ്മൾ കാണുന്നു. ഇങ്ങനെ കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം അഥവാ
മാഗ്നറ്റിക് ഇൻഡക്ഷൻ. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ പ്രേരിത കാന്തകശക്തി അഥവാ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നു. നിങ്ങൾക്ക് കാന്തിക പ്രേരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.